പ്രിയപ്പെട്ട ക്രിയേറ്റേഴ്സ്, നിങ്ങൾ ഇപ്പോഴും ഇത്തരത്തിലാണോ ഷോർട്ട് വീഡിയോസ് ഇടുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലാണോ നിങ്ങൾ മെയിൻ വീഡിയോസ് ഇടുന്നത് എന്നുണ്ടെങ്കിൽ ഓർക്കുക, നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ ഇവിടെ അടിവരയിട്ട് 100% പറയുന്നു. എത്തരത്തിൽ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതായത് വീഡിയോ ഇല്ലാതെ ഫോട്ടോയും വോയിസ് ഓവറും മാത്രം നൽകിക്കൊണ്ടാണ് നിങ്ങൾ മെയിൻ വീഡിയോസ് ചെയ്യുന്നതെങ്കിൽ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല എന്നുള്ളത്. ഇത് നേരെ ഷോർട്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഫോട്ടോയും അതുപോലെ തന്നെ യൂട്യൂബ് തരുന്ന ഒരു മ്യൂസിക്കും മാത്രം ആഡ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും ഷോർട്ട് വീഡിയോസ് ഇട്ടു പോകുന്നത് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അത്തരം കണ്ടന്റുകൾക്ക് 100% മോണിറ്റൈസേഷൻ കിട്ടില്ല എന്നുള്ളത്. ഇത്തരം ലോ എഫേർട്ട് എടുത്തുള്ള വീഡിയോസുകളായാലും ലൈവുകളായാലും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഒരുപാട് സമയം നിങ്ങളുടെ വേസ്റ്റ് ആകും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരുപാട് ഒരു വീഡിയോസോ ഒരു ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇട്ട് ഇത്തരം വീഡിയോസുകൾ ആളുകൾ കാണുന്നുണ്ടല്ലോ, ഒരുപാട് വ്യൂസ് വരുന്നുണ്ടല്ലോ, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞു വരുന്നില്ലല്ലോ എന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിനുള്ളിൽ ഒരു സംശയം ഉണ്ടായിരിക്കാം. ക്രിയേറ്റേഴ്സ്, ഇതൊരിക്കലും ഒരു കോപ്പിറൈറ്റോ ക്ലെയിമോ ഒന്നുമല്ല. ഇത് റീയൂസ്ഡ് ആണ്. റീയൂസ്ഡ് ഒരിക്കലും നമുക്ക് യൂട്യൂബ് കാണിച്ചു തരില്ല എന്നുള്ളതാണ്. അപ്പൊ റീയൂസ്ഡ് എന്ന് പറയുമ്പോൾ ഒരു ഇട്ട വീഡിയോസ് വീണ്ടും ഇടുകയല്ലേ എന്ന് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകും. അങ്ങനെയല്ല, ഇട്ട വീഡിയോസ് തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം ഒരു മാറ്റങ്ങളും ഇല്ലാതെ ഒരു ഫോട്ടോയും ഒരു വോയിസ് ഓവർ മാത്രം നൽകുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിന് നിങ്ങൾ അങ്ങനത്തെ 10 വീഡിയോസ് ഇട്ടാലും 10 വീഡിയോസും ഒരേ വീഡിയോസ് ആയിട്ടാണ് യൂട്യൂബ് കണക്കാക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലോ എഫേർട്ട് ആയിട്ടുള്ള എല്ലാ വീഡിയോസുകളെയും ഒറ്റ വീഡിയോസ് ആയിട്ടായിരിക്കും ഒരുപക്ഷെ യൂട്യൂബ് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് റിപ്പീറ്റേറ്റീവ് കണ്ടന്റ്, റീയൂസ്ഡ് കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരം വീഡിയോസുകൾക്ക് മോണിറ്റൈസേഷൻ കട്ടാകുന്നത്. ഈ 2026-ലും ഇത്തരം വീഡിയോസുകളും കൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ കൃത്യമായി നിങ്ങൾ ചിന്തിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, ചില വീഡിയോസുകൾക്ക് ഇത്തരം കാര്യങ്ങൾക്ക് ഒരു ഇളവ് കിട്ടാം. അത് ഏതെല്ലാമാണ്? ഈ ഡോക്യുമെന്ററി പോലെയുള്ള, അല്ല എന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ പർപ്പസ് പോലെയുള്ള വീഡിയോസുകളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായ വോയിസ് ഓവറും കൃത്യമായ ഫോട്ടോസും വെച്ച് നമുക്ക് മോണിറ്റൈസേഷൻ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതല്ലാതെ മറ്റു ചാനലുകൾക്കൊന്നും തന്നെ മോണിറ്റൈസേഷൻ കിട്ടാൻ വളരെയധികം ചാൻസ് കുറവാണ് എന്നുള്ള സത്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, യൂട്യൂബ് പരമായിട്ടുള്ള എല്ലാവിധ വർക്കുകളും നമ്മൾ ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചാനൽ ഹാക്ക് ആകുകയോ മോണിറ്റൈസേഷൻ വർക്കുകൾ ചെയ്യാനോ അല്ലെങ്കിൽ ചാനൽ ചെക്കിങ്ങോ ചാനൽ സെറ്റിംഗ്സോ ഇത്തരത്തിലുള്ള യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവിധ വർക്കുകളും നമ്മൾ ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം.